ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ക്യാപിറ്റൽ ഇൻ ദിസ് മോഡേൺ വേൾഡ്. ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേര് കേട്ടിട്ടില്ല. അതൊരു ക്യാപിറ്റലാണ്. നമ്മൾ പണ്ടെന്നല്ല പറയൂല്ലോ, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പറമ്പുണ്ട്, വസ്തുവുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ ഇത്ര രൂപ ഉണ്ടെന്നൊക്കെ പറയുമല്ലോ. ഇതുപോലെ തന്നെ ഒരു ക്യാപിറ്റലാണ് സോഷ്യൽ ക്യാപിറ്റൽ. അപ്പൊ അത് ഇന്റർനെറ്റ് വന്ന ശേഷം അത് ഉണ്ടായി വന്നതാണ്. അതിനു മുമ്പ് ഉണ്ട്, പക്ഷെ അതിനു മുമ്പ് മൂവീസ്, സിനിമയിലൊക്കെയാണ്, സീരിയല്, സിനിമ, അങ്ങനെ TV, ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ആണ്. പക്ഷെ വീഡിയോയാണ് സംഭവം, പക്ഷെ മൂവിയും വീഡിയോ ആണല്ലോ. പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെ ഈ സോഷ്യൽ ക്യാപിറ്റൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടി. നേരത്തെയും ആ ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല ഉള്ളത്, പക്ഷെ സോഷ്യൽ ക്യാപിറ്റൽ ആയിട്ടില്ലായിരുന്നു. അപ്പൊ നെറ്റിന്റെ വരവോടുകൂടിയാണ് അത് കൂടുതലായി വന്നത്. അപ്പൊ ഈ സോഷ്യൽ ക്യാപിറ്റല് കൂടുതലുള്ള ആള് കൂടുതൽ സമ്പത്ത് നേടാനുള്ള സാധ്യതയുണ്ട് ഇന്ന്. പക്ഷെ ഇത് പലർക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അറിയത്തില്ല, ഇങ്ങനെ ഒരു ക്യാപിറ്റലിനെ കുറിച്ച് പലർക്കും അറിയത്തില്ല. അപ്പം നമ്മളുടെ ആശയങ്ങള്, നമ്മുടെ സ്കില്ല് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ക്യാപിറ്റലാണ് സോഷ്യൽ ക്യാപിറ്റൽ. അതിന് ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലതരം സോഷ്യൽ മീഡിയകളുണ്ട്. ആ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ വീഡിയോസും നമ്മുടെ ആശയങ്ങളും പല രീതിയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം, പല പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മളുടെ സർവീസും കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സും ഒക്കെ ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടിക്കൂടി വരും, കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സോഷ്യൽ ക്യാപിറ്റലിനെ കൂടിക്കൂടി വരുന്നത്. അത് വേണ്ടേ നിർത്തി, അവർ പിന്നെ നാടുകളെ